എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സിക്കിം മേഘാലയത്തിൽ നമ്മളിപ്പോൾ വെസ്റ്റ് ബംഗാളിലാണ്. തീസ്റ്റ നദിയാണ് ഈ ഒഴുകുന്നത്. എനിക്ക് ഇഷ്ടംപോലെ വെള്ളമുണ്ട്. തീസ്റ്റ നദിക്ക് കുറുകെയുള്ള പാലം അങ്ങ് കാണുന്നത്. ആ പാലത്തേക്കൂടാണ് നമ്മൾ രാത്രിയിൽ വന്നത്. ഇതുണ്ട്, ഈ നദിയുടെ തീരത്തേക്ക് നോക്കി എന്തോരം വീടുകൾ അന്നുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ നദിയുടെ തീരത്ത് വണ്ടിയൊക്കെ ഇട്ട് കിടന്നുറങ്ങിയത്. രാവിലെ നമുക്ക് കുറച്ച് വെള്ളം നിറച്ചുകൊണ്ട് പോയേക്കാം. ഇതുണ്ടോ, ഇവിടുത്തെ ഒരു ടാറ്റാ ഡി എസ് ലോറിയാണ്, ടാങ്കറാണ്. ഗാംഗ്ടോക്കിലേക്ക് പോയാൽ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് അവർ പറഞ്ഞത്. അതുകൊണ്ട് വെള്ളമൊക്കെ നല്ലപോലെ നിറച്ചോളാൻ പറഞ്ഞു. ഒന്ന് വണ്ടിയെല്ലാം അടിച്ചു വിട്ടോളാൻ പറ്റും. സ്റ്റെപ്പിലെല്ലാം പൊടി കയറും, പൊടിയും ചെളി. സിക്കിമിലെ ഏറ്റവും വലിയ നദിയാണ് ഈ തീസ്റ്റ നദി. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ്. നല്ല മഞ്ഞുരുകി വരുന്ന വെള്ളമായത്. അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയും കൂടിയാണിത്. വെൽക്കം ടു കലിംപോങ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കലിംപോങ്ങിലേക്കാണ് പോകുന്നത്. വെസ്റ്റ് ബംഗാളിലെ നല്ലൊരു ഹിൽ സ്റ്റേഷനാണ് കലിംപോങ്. ഗാംഗ്ടോക്ക് നേരെ പോകണം. നമ്മളിത് ഇവിടുന്ന് റൈറ്റിലേക്ക് കയറി. അപ്പോൾ നമ്മളിനി തിരിച്ചു വരണം അല്ലേ പോയിട്ട്? അല്ല, അതിലേ വേണമെങ്കിലും പോവാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം, ഗൂർഖാലാൻഡ് ടെറിട്ടോറിയൽ അഡ്മിനിസ്ട്രേഷൻ. ഇവിടുന്ന് 14 കിലോമീറ്ററാണ് കലിംപോങ്ങിന്. ഇത് നല്ല കയറ്റമായിരിക്കും. ആംബുലൻസ് ഇത് ആർമിയുടെ. ഇവിടുന്ന് കയറ്റം തുടങ്ങുക. ഇനി മൊത്തം മുകളിലേക്ക് മല കയറണം. വഴിയുണ്ടോ? ആ പാലത്തിന് അടിയിൽ കൂടെ നമ്മളിങ്ങനെ കയറി വന്നേ. ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി അതിന് മുകളിൽ കൂടെ ഇനി പോകുന്ന പാലത്തിൻ്റെ മുകളിൽ കൂടെ വളഞ്ഞുള്ള റോഡാണ്. ഇപ്പോൾ പുത്തേ ട്രാവലോൻ്റെ സിക്കിം മേഘാലയ യാത്രയിലെ സിക്കിമിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോടിച്ചോണം കേട്ടോ. ഈ റോഡിലെല്ലാം കണ്ടോ ടാർ ചെയ്തിട്ട് അതിനിടയ്ക്ക് ഓരോ മെറ്റൽ ഇങ്ങനെ മൊത്തം നിരത്തി പതിപ്പിച്ചിട്ടുണ്ട്. അത് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അതുകൊണ്ട് താഴെ കൂടെ നമ്മൾ വന്ന വഴിയാ. പെട്ടെന്ന് തൂക്കുമലയാ, പെട്ടെന്ന് മുകളിലേക്ക് എത്തി നമ്മൾ. രാവിലെ ആക്കിയാലും വലിയ തിരക്കില്ല. അല്ല, ഈ വഴിക്ക് തിരക്ക് കുറവാ. മറ്റേ ഗാംഗ്ടോക്ക് റൂട്ടിലാ വണ്ടികൾ കൂടുതലുള്ള. വനത്തിൽ നിന്ന് ഒരു ആൻറ്റി രാവിലെ വിറകൊക്കെ പറയിക്കൊണ്ട് വരുന്നു. പുല്ലും പറിച്ചു വെച്ചിട്ടുണ്ട്. കലിംപോങ് 12 കിലോമീറ്റർ. ഗൂർഖാലാൻഡ് ടെറിട്ടോറിയൽ അഡ്മിനിസ്ട്രേഷൻ COVID-19 സ്ക്രീനിങ് ടണൽ. ഇത് കോവിഡിൻ്റെ സമയത്തുള്ളതാണല്ലോ. കലിംപോങ് ഡാങ്സോങ് ഫോറസ്റ്റ് എന്നാണ് ഈ വനത്തിന് പറയുന്നത്. അതെ, നമ്മുടെ ഹിൽ ഡ്രൈവറെ വിളിച്ചേൽപ്പിച്ച് ഓടിക്കാൻ കൊടുക്കും. അതെ അതെ. ഇവിടെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ട് കിടന്നുറങ്ങിയാൽ ശരിയല്ല. എവിടെ വീതിയുള്ളടത്ത് നിർത്തണേ. ക്ലിയ വിളിക്കാനോ? ഞങ്ങളാണ് മെയിൻ ഡ്രൈവറായിട്ട് സ്ഥാനക്കയറ്റം കൊടുത്തേക്കാം. അതെ, അത് ആശാനൊന്ന് തീരുമാനിക്കണം. മെയിൻ ഡ്രൈവറായിട്ട് കൊടുക്കണോ വേണ്ടേന്ന് ആശാനൊന്ന് നോക്കട്ടെ, ആലോചിച്ചിട്ട് പറയാം. രാവിലെ അവിടുന്ന് വിളിച്ചാൽ മതിയായിരുന്നു. അന്നേരം ഓർത്ത് ശാലം കഴിഞ്ഞ് കാപ്പൊടിക്കാൻ നിർത്തുമ്പോൾ വിളിക്കാമല്ലോ എന്ന് ഓർത്തു. ഈ വനത്തിനകത്തെ വലിയൊരു കോട്ടയുണ്ട്, അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും. അതെ, അടുത്ത ആള് പെട്ടെന്ന് തന്നെ വഴിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ റെഡിയായി. വേഗം റെഡിയായി. ഇച്ചിരി നേരത്തെ ഏക്കണ്ടായിരുന്നു. നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ, പിന്നെ എന്നാ വളവും തിരിവായിരുന്നു അറിയോ? കുറച്ചേ വന്നുള്ളൂ, 2-3 കിലോമീറ്റർ വന്നുള്ളൂ. ഇനിയുണ്ട്, ബാക്കി വെച്ചിട്ടുണ്ട്. ആശാൻ മൊത്തം ഓടിച്ചില്ല, അപ്പൊ ശിക്ഷയ്ക്ക് വേണ്ടി വെച്ചിട്ടുണ്ട് ബാക്കി. അതല്ലേ, അടുത്ത വളം എത്തി. ഇതേ മഴ ചാറാൻ തുടങ്ങി. രാവിലെ ആണെങ്കിൽ ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു. വളവിനാണേലും വലിയ വീതിയൊന്നും ഇല്ലല്ലേ. താഴേക്ക് നോക്കിയേ, ആ മലയിലൊക്കെ കോടമഞ്ഞ് ഇറങ്ങി. വരുന്ന വണ്ടികളിലെല്ലാം ബസ്സിലും സുമോയിലും ഒക്കെ മുകളില് ഒരു ലോഡ് സാധനമുണ്ട്. ഒരു മല കയറി നമ്മൾ ടോപ്പിലെത്തി. ഇനി ഇവിടെ ചെറിയൊരു ഇറക്കം കഴിഞ്ഞ് വീണ്ടും അടുത്ത മല കയറും. ചെറിയൊരു ആശ്വാസം ഉള്ളായിരുന്നു കേട്ടോ. അത്രേ ഉള്ളു, അത്രയുടെ ഉള്ളായിരുന്നു. നീ അതെ, അതിലും വലുതാ വരുന്നേ. നല്ല അടിപൊളി ഒരു ഹിൽ സ്റ്റേഷൻ ആണെന്നാ തോന്നുന്നത്. മേളിൽ തണുപ്പായിരിക്കും കേട്ടോ. ആയിരിക്കും. സ്കൂട്ടർ പോകുന്ന കണ്ടോ, പിക്കപ്പിന് പുറകിലോട്ട് നീളം കൂട്ടിയേക്കുക. നല്ല കുത്ത് കയറ്റമാ. നമ്മളെ 200 അടിയിൽ നിന്ന് 4000 അടി ഉയരത്തിലേക്കാണ് ചെല്ലുന്നത്.
അതോ ഈ 15 കിലോമീറ്റർ അവിടെ നിന്ന് എത്രയായിരുന്നു? 14 കിലോമീറ്റർ ആയിരുന്നു. ആ താഴെ നിന്ന് 14 കിലോമീറ്റർ നമ്മളാ തിരിഞ്ഞെടുത്തു. 14 കിലോമീറ്റർ കൊണ്ടാണ് ഇത്രയും ഹൈറ്റിലേക്ക് നമ്മൾ കയറി ചെല്ലുന്നത്. അതുകൊണ്ടാണ് ഇത്രയും തൂക്ക് കയറ്റം കയറേണ്ടി വരുന്നത്. ഫസ്റ്റ് സെക്കൻഡ് മാത്രം മതി, അധികം കയറൊന്നും വേറെ മാറേണ്ട കാര്യമില്ല. ഇവിടെ ആ കൂടെയുണ്ട് കേട്ടോ, പക്ഷെ ഇത് ഇച്ചിരി വലിയ കൂടെയാണ്. ഇപ്രാവശ്യം പോയതിൽ ഏറ്റവും കുത്ത് കയറ്റമുള്ള ഇവിടെ ഈ റൂട്ടാ. റോഡിനാണെ ഭയങ്കര ചെരുവും മറിവ്. എന്നെ പറ്റി അവിടെ കൊറേ ചെളി കിടപ്പുണ്ട് റോഡിലെ, അവിടെ ഒരു മണലിടുക. ഇതുണ്ടോ മരത്തെ കയറുന്ന പോലെ കയറണം. അതെ അതെ. ഗവൺമെന്റ് ഓഫ് ബംഗാൾ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് 6 മൈൽ പാലം കേട്ടോ ഇത്. ലോവർ ഋഷി റോഡ് 1967 പണിത ഈ പാലം. ബോഗൺവില്ല അല്ല കേട്ടോ, ഇത് വേറൊരു പൂക്കളാണ്. വേറെന്തോ വേണ്ടോ? അല്ല ബോഗൺവില്ല. ആണോ? ആ അതെ അതെ. കലിംപോങ്ങില് നല്ല കാലാവസ്ഥയും നല്ല ഭൂപ്രകൃതി, അതുപോലെ തന്നെ ഇഷ്ടംപോലെ പൂക്കളും ചെടികളും ഉണ്ട്. അതുകൊണ്ട് കലിംപോങ് പൂക്കളുടെ നഗരം എന്നാണ് അറിയപ്പെടുന്നത്. വെൽക്കം യു ടു ക്യൂനോ ഹിൽസ്. മലനിരകളെല്ലാം ക്യൂനോ ഹിൽസ് ആണ്. അതിന് കിങ്ങില്ലേ? കിങ്ങില്ല, എല്ലാം രാജ്ഞിമാരാ, റാണിമാരാ എല്ലാരും. പന്നിക്കട. ഇവിടെ ഉള്ളവരെല്ലാം, ഈ ഹിൽസിലുള്ളവരെല്ലാം പന്നിയിറച്ചിയാണ് കൂടുതൽ കഴിക്കുന്നത്. നോർത്ത് ഈസ്റ്റില് മെയിനായിട്ട്. അതെ. രാവിലെ നല്ല വിശപ്പ്. വണ്ടി ഒതുക്കാൻ ഇത്തിരി സ്ഥലം കിട്ടണ്ടേ? നല്ല ദോശമാവൊക്കെ പൊളിച്ചു പൊങ്ങി ഇരിപ്പുണ്ട്. ദോശയാണോ? ആ ദോശയോ ഇഡലിയോ. നമ്മള് വരുന്ന ഇറങ്ങി മഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്, കോട ഇറങ്ങിയിട്ടുണ്ട്. ഈ കോടമഞ്ഞ് കാണാൻ ആഗ്രഹിച്ചു വന്നോണ്ടായിരിക്കും. മറ്റു കാഴ്ചകളെല്ലാം ഇപ്പം മൂടി പോവാണ്. ഇവിടെ നിന്നാലേ ഹിമാലയത്തിലെ മലനിരകളൊക്കെ ഒരുപാട് കാണാമായിരുന്നു. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടിയായ കാഞ്ചൻജംഗയും കാണാമായിരുന്നു. കൊങ്ങിണിയൊക്കെ പൂത്ത് നിൽക്കുന്നത്. ഈ തണുപ്പുള്ള സ്ഥലത്തെല്ലാം കൊങ്ങിണി ഉണ്ടല്ലോ. ഇനി വണ്ടി ഒതുക്കാനൊരു സ്ഥലം വേണമല്ലോ നമുക്ക്. മുന്നോട്ട് എവിടെയെങ്കിലും ഒതുക്കായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ എല്ലാം ഇടുങ്ങിയ വഴികളും കടകളൊക്കെ ഉണ്ടെന്നാ. ചെറിയ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല. വെൽക്കം ടു കലിംപോങ് ഗ്രാമപഞ്ചായത്ത്. അതെ, നമ്മൾ 7ാം മൈൽ ആയിട്ടുണ്ട്. 7th മൈൽ പാർക്ക്. കൺജസ്റ്റഡ് ഏരിയ. അതിന് ഇവിടെ മൊത്തം ഇങ്ങനെയാണല്ലോ, മൊത്തം കൺജസ്റ്റഡാ. അതെ, ഇവിടെ കുറച്ച് വണ്ടികളൊക്കെ ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ബാക്കിൽ നമ്മൾ ഒതുക്കി കാപ്പ് പിടിച്ചിട്ട് ഇനിയിപ്പോൾ ഉള്ള സ്ഥലത്ത് ഒതുക്കി. നമ്മുടെ ഇതേ ദോശമാവൊക്കെ ഇതേ നല്ലപോലെ പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ? ഇനി വേഗം ദോശ ഇട്ടാൽ മതി. പെട്ടെന്നായിക്കോട്ടെ. അപ്പോഴേ നമുക്കിന്ന് സാമ്പാറും ഒക്കെ ഒത്തിരി നാളല്ലേ സാമ്പാർ വെച്ചിട്ട്. നല്ല സാമ്പാർ ആയിക്കോട്ടെ. അത്യാവശ്യം വാളമ്പുളിയൊക്കെ ഉണ്ടോ? വാളമ്പുളി ഇല്ല, തക്കാളി ഇല്ല. അതിന് ഒരു മാങ്ങ ഇടാം. അല്ല അച്ഛന്മാര് മാങ്ങ ഇരിപ്പുണ്ട്. എന്നാലും ആയിക്കോട്ടെ, ഇപ്പൊ ഒത്തിരി നാൾ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും, കുഴപ്പമില്ല. അതുപോലെ ഒത്തിരി പച്ചക്കറി ഒന്നുമില്ല സാമ്പാറിന്. പിന്നെ ഒരുപാട് പച്ചക്കറി ഒന്നും വേണ്ട. ഇച്ചിരി മത്തങ്ങയുണ്ട്, വഴുതനങ്ങയുണ്ട്, ബീൻസ് ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, ക്യാരറ്റ് ഉണ്ട്, സവാള ഉണ്ട്. ഇത്രയുണ്ട്. സാമ്പാറിനുള്ള കഷ്ണമെല്ലാം ഇട്ടു, ഉപ്പിട്ടു, വെള്ളം ഒഴിച്ചു, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, അര സ്പൂൺ മുളക് പൊടി ഇട്ടു. പിന്നെ ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം. പിന്നെ കായപ്പൊടിയൊക്കെ ഇടാം. നമ്മുടെ ക്യാമറാമാന് കായപ്പൊടിയൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇടുന്നില്ല. കായം പരിപ്പൊന്നും വേണ്ട. പരിപ്പിട്ടോ? പരിപ്പ് ശാലം ഇട്ടു. പിന്നെ ഈ കുക്കറിൻ്റെ വാഷർ ലോറിയലാ. കഴുകാൻ എടുത്തു വെച്ചവരും എടുത്തുകൊണ്ട് പോയതാ, എൻ്റെ കുഴപ്പമല്ല. പുറത്തോട്ട് കഴുകാൻ കൊടുത്തു, അതുകൊണ്ട് പിന്നെ ആ വണ്ടിക്കകത്ത് കൊണ്ടുവച്ചു. അപ്പം എന്ത് ചെയ്യും? നീ വാഷറില്ലാതിരുന്ന് കേട്ടോ, ഞാൻ ചൂടുവെള്ളത്തിലാണ് വെച്ചേക്കുന്നതുകൊണ്ട്. വേറെ കാര്യമുണ്ട്, സാമ്പാറിന് കായമൊക്കെ നല്ലൊരു ഇടണം, എന്നാലേ സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പന്തിയിൽ പക്ഷഭേദം പാടില്ല. ഇവിടെ ഇപ്പൊ എന്ന് പറഞ്ഞാല് സാമ്പാറെന്ന് കണക്ക് കൂട്ടണ്ട. അത് ഒരു പച്ചക്കറി കറിന്ന് കൂട്ടി അങ്ങ് കഴിച്ചാൽ മതി. അത് മതി. ഇന്ന് എന്നാ ദോശയാണോ? ദോശ ഇഡലിയും ഉണ്ടാക്കാമല്ലോ. ഇതിപ്പോ എപ്പോ ഉണ്ടാക്കും? ഇതിപ്പോ ഉണ്ടാക്കും. ഇഡലി ദോശയാണെ ഓരോന്നോരോന്ന് ചൂടണ്ടേ. ഇതേ ചെറിയ ഇഡലി പാത്രമല്ലേ, അതുകൊണ്ട് 13 എണ്ണ ഉണ്ടാക്കത്തുള്ളൂ. തന്നെയല്ലേ ഇതിൻ്റെ എണ്ണ തൂക്കുന്ന സാധനമൊന്നും എടുത്തുകൊണ്ട് പോകുന്നില്ല. എന്നാന്നോ ഇതേലും അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കാറില്ല. ഇതന്നെ നീ അടുത്ത് തന്നെ അരിഞ്ഞോണ്ടിരിക്കുന്നത് എന്നതാ? അത് സാമ്പാറിനകത്തിടാൻ പുളി ഇല്ലാഞ്ഞോണ്ട് ഒരു മാങ്ങ എടുത്തു. മാങ്ങ. ഇതുണ്ടോ, രാവിലെ 10:30 ആയതേ ഉള്ളൂ. ഇവിടെ മഞ്ഞിറങ്ങി. നമ്മൾ ചെല്ലുന്നിടമെല്ലാം മഞ്ഞ് മൂടുവാണല്ലോ. ഇഡലിക്ക് അംഗവൈകല്യം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഈ വണ്ടി ചെരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് മാവൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. വണ്ടി കയറ്റത്തല്ലേ കിടക്കുന്നത്, അതുകൊണ്ട്
ഞാൻ അടുപ്പ് മാറി വെക്കും. അതുകൊണ്ട് നമ്മുടെ ഇഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ അപ്പോൾ കുഴപ്പമില്ലല്ലോ, ഷേപ്പൊന്നും മാറിയിട്ടില്ലല്ലോ. ഓ ഇല്ല, ചെറിയ ഷേപ്പൊക്കെ മാറിയിട്ടുള്ളൂ. പൂ പോലെ മധുരമായ മൃദുലമായ ഇഡ്ഡലി. അപ്പോൾ അത് ഇഡലി റെഡിയായേ. എന്തോ നല്ല സ്പോഞ്ച് പോലത്തെ ഇഡലിയാണ്. പൂ പോലെ മൃദുലം. ആ സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിനി എണ്ണ ചേർക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി അതിനകത്തേക്ക് കുറച്ച് ഉലുവായും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ വറ്റൽമുളക് ഇട്ടു. ഇനിയിപ്പോൾ ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെ കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്കിനി പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി. ഇതൊന്ന് മൂക്കട്ടെ. അതെ പൊടിയൊക്കെ മൂത്തു. നമുക്കിനി സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. സാമ്പാറും ഇഡ്ഡലിയും റെഡി. അതെ. അപ്പോൾ ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്നും ആവശ്യമില്ല സാമ്പാറിന്. മല്ലിയില ഇടുന്ന സാമ്പാറിന് നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. ഇതേ നല്ല സ്വാദിഷ്ടമായ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പം എന്നാൽ പിന്നെ ഇഡ്ഡലി സാമ്പാറൂടെ കഴിച്ചേക്കാം. 2 പേർക്കേ ഇഡ്ഡലിയുടെ കൂടെ ഇത്രയും നല്ല സാമ്പാർ ഉണ്ടാക്കിയിട്ട് ഇപ്പം ചിക്കൻ കറി മതി. ഉച്ചയ്ക്ക് ചോറിന് മതി സാമ്പാർ. ഇഡ്ഡലി സാമ്പാറുമാണ് നല്ലത്. ഞാനേ ഇവിടെ വന്നപ്പോ എന്തെങ്കിലും ഈ ഭൂട്ടാൻ സിക്കിം വിഭവങ്ങളൊക്കെ കിട്ടുമെന്ന് കരുതിയിരുന്നതാണ്. നമ്മള് സിക്കിമിൽ ചെന്നില്ലല്ലോ. നാട്ടിലെ വിഭവങ്ങളൊക്കെ തന്നെയാണ്. ദോശ ഇഡ്ഡലിയൊക്കെ. ചിക്കൻ തരാം. അതെ നമ്മള് മാവ് അരച്ചു വെച്ചതേ നല്ലപോലെ പൊങ്ങിയോണ്ടേ നല്ല സൂപ്പർ ഇഡ്ഡലിയായി. അതെ അല്ലേ, കഴിഞ്ഞ ദിവസം ദോശയ്ക്ക് നെയ് ടേസ്റ്റ് ഇല്ലായിരുന്നു. അതാ പൂ പോലെ മൃദുലം. ആരാ ഉണ്ടാക്കിയത്? ആയിക്കോട്ടെ, രാവിലെ ബുദ്ധിമുട്ടാവേ അല്ലേ. നല്ല സാമ്പാർ കേട്ടോ, അടിപൊളി സാമ്പാർ. അതെ വീട്ടിലാണെങ്കിൽ ഈ സാമ്പാർ കൂട്ടുവോ? സാമ്പാർ കൂട്ടുകയെന്ന് ആര് പറഞ്ഞു? പൊറോട്ടയ്ക്ക് കൂട്ടും. പൊറോട്ട മാത്രം. ചോറാണെങ്കിൽ തൊടുകയല്ല സാമ്പാർ. ചോറിന് സാമ്പാർ കൂട്ടുകയല്ല. ഇനി ഞങ്ങൾ അമ്മയും മോളൂടെ കഴിക്കട്ടെ കേട്ടോ. അല്ലേ അല്ലേ? ആൻറ്റിയമ്മയുടെ കൂടെയാണോ? ആൻറ്റി അമ്മയെന്നല്ലേ പറഞ്ഞത്? അതോ സൂര്യാമ്മയുള്ളോ? എല്ലാം കാലം മാറും നാട്ടിൽ ചെല്ലുമ്പം കേട്ടോ. കോ ഡ്രൈവറെ കൊണ്ടാണോ പാത്രമൊക്കെ കഴുകി? പിന്നെ കോ ഡ്രൈവർക്ക് വലിയ പാത്രമൊക്കെ കഴുകാൻ കൊടുത്താ. അതെ, മെയിൻ ഡ്രൈവർ എന്ന് പറ. എത്ര മെയിൻ ഡ്രൈവർമാർ ഈ വണ്ടിയല്ലേ? ഇപ്രാവശ്യം ഞാൻ മെയിൻ ഡ്രൈവർ സ്ഥാനത്തൊന്ന് പതുക്കെ വലിഞ്ഞിരിക്കുക. കുക്കിംഗ് മാത്രമായി. അതെ, ആ കൊച്ചിനെ നോട്ടും അടുക്കളപ്പണിയും മാത്രമേ ഉള്ളൂ ഇപ്രാവശ്യം. അപ്പം കാപ്പുപൊടിയൊക്കെ കഴിഞ്ഞു പതുക്കെ നമ്മളിവിടുന്ന് വണ്ടി എടുത്തു. ഇപ്പം മഞ്ഞിറങ്ങി നല്ലൊരു മഴയും പെയ്ത് മാറി. അപ്പോൾ നമ്മൾ കലിംപോങ് എത്തി. സിക്കിം ടെമി ടീ വണ്ടി വേണം. നല്ല പെയിൻറ്റിങ്സ് അല്ലേ, നല്ല രസമുണ്ട് കളറും പിന്നെ അതിൻ്റെ ബോഡിയൊക്കെ വെച്ചിട്ട് നല്ലൊരു രസം കാണാൻ. വ്യത്യസ്തമായ ഒരു സിലോറി. സെൻറ്റ് ജോസഫ്സ് കോൺവെൻറ്റ് 1926 തുടങ്ങിയതാണ്. തിരിച്ചോ? തിരിച്ച് നമ്മൾ ഇറങ്ങിപ്പോയല്ലേ. ഇത് കയറ്റം കയറി വരികയല്ലേ. ഇവിടെ ഇതുപോലെ ചെറിയ ബസ്സുകളല്ല, മിനി ബസ്സുകളാണ്, സെലിവരി പോകുന്ന ബസ്സാണ്. അതെ, ചെറിയ വഴിയായതുകൊണ്ട് ഒരു സൈഡ് വണ്ടിയും പാർക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് തീർത്തിട കുറവാണ്. ആ വണ്ടി പോയിട്ടേ പോകത്തുള്ളൂ. ഈ വണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയേക്കുന്നുണ്ട്. പുള്ളി അതിനിടയ്ക്ക് ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്, ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിനി ഈ വണ്ടി എവിടെ കൊണ്ട് ഇറങ്ങണമെങ്കിൽ അതാണ്, എവിടെയെങ്കിലും കൊണ്ട് ഒതുക്കിയിട്ട് വേറെ ഏതെങ്കിലും വണ്ടിക്ക് വരേണ്ടി വരും. ഇവിടെ കറങ്ങാൻ വലിയ ടൗണൊന്നും അല്ല. ഇവിടുത്തെ പെട്രോൾ പമ്പൊക്കെ കണ്ടോ, ചെറിയ പമ്പാ. അവിടെ ഒന്നും വണ്ടി ഇടാനൊന്നും ഇടയൊന്നും ഇല്ല. കണ്ടോ, വണ്ടി കയറ്റി ഡീസൽ അടിക്കണ തന്നെ പാടാ. റോട്ടറി കലിംപോങ് വെൽക്കംസ് യു. NBSTC, നോർത്ത് ബംഗാൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. മിനി ബസ്സായി ഇവിടെ എല്ലാം ഓടുന്നത്. ഡാർജിലിംഗും ഒക്കെ ഈ ടൈപ്പ് ബസ്സുകളാണ് ഓടുന്നത്. റോക്ക്വാൾ അക്കാഡമി. കലിംപോങ്ങിൽ ഇതൊരു ബൈക്ക് പോലും വെക്കാനുള്ള ഇടയില്ല സൈഡിൽ, ഈ വഴിയിലൊന്നും. കണ്ടോ, ഇവിടെ ചെറിയ ഇടയുള്ളിടത്തൊക്കെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇനി ടൗണെല്ലാം കഴിഞ്ഞ് എവിടെയെങ്കിലും കൊണ്ട് ഇടേണ്ടി വരും. അതൊക്കെ കണ്ടോ, ഒരുപാട് പഴയ വീടാണ്. തടിയ സൈഡൊക്കെ മറിച്ചേക്കുന്നത്. കലിംപോങ്ങിലേക്ക് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സ്ഥലമായത്. ഗാംഗ്ടോക്കിലേക്കൊക്കെ പോകുന്ന അത്ര ആൾക്കാർ ഇങ്ങോട്ട് വരുന്നില്ലെന്ന് തോന്നുന്നു. അത്രയില്ലായിരിക്കും ആൾക്കാർ. പിന്നെ വഴി നിന്ന് വണ്ടി കാണുമ്പോഴേ അപ്പുറം നിന്ന് വരുന്ന വണ്ടികളൊക്കെ ബ്ലോക്ക് ചെയ്യുകയും എന്നിട്ട് ഇങ്ങോട്ട് കയ്യൊക്കെ കാണിച്ച് കയറ്റി വിടുന്നുണ്ട്. ഇതുകൊണ്ട് എത്ര ഈക്കോ എന്ന് തോന്നുന്നു മാരുതിയുടെ. ഇതുണ്ടോ, ബൈക്ക് കൊണ്ട് പാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? എല്ലാവരും നല്ല കറക്റ്റായിട്ട് അടുക്കി വെച്ചേക്കുന്നു. അപ്പോൾ ഇത് കലിംപോങ്
ടൗണിൽ വന്ന് നമ്മൾ തിരിയല്ലേ തിരിഞ്ഞു പോവോ? അങ്ങോട്ട് തിരിയുവാന്ന് ചോദിച്ചാൽ തിരിയാ ഇതുവഴി തിരിയാന്ന. അത് അപ്പുറത്തെ റോങ് സൈഡിൽ കൂടെ തിരിയാൻ പറ്റുള്ളൂ, ഇതിലാ തിരിയത്തില്ല. ഇതാണെന്ന് വെച്ചാൽ ഇത് നല്ലൊരു വളവ്, ചെറിയ വീതി കുറഞ്ഞ വഴിയല്ലേ. അതുകൊണ്ട് പോലീസുകാരൻ പറഞ്ഞു അപ്പുറത്തൂടെ എടുത്തോളാൻ പറഞ്ഞു. ഇവിടുത്തെ വഴികളെല്ലാം ഇതേപോലെ ചെറിയ ചെറിയ വഴികളാണ്, വീതിയില്ല, പണ്ടത്തെ റോഡുകളാണ്. കാലത്തിനനുസരിച്ച് ഇവിടെ ഒന്നും മാറിയിട്ടില്ല. വെൽക്കം ടു കലിംപോങ്. ഇവിടെ 3-4 സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. നമുക്ക് വണ്ടി അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് കറങ്ങാൻ വരാം. നല്ല തിരക്കുണ്ട് കേട്ടോ, ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ മുന്നേ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യാം, പാർക്ക് ചെയ്തിട്ട് വരാം. എനിക്ക് ചെറിയ വഴിയാണ്. ഇതൊക്കെ എത്ര വർഷമായിട്ടല്ലേ ഈ ടൗണൊന്നും വികസിക്കാത്ത? ഭയങ്കര ഇപ്പോഴും ചെറിയ വഴികൾ, ഇടുങ്ങിയ വഴികൾ. ആദ്യം തന്നെ പോലീസുകാരൻ വന്ന് ചോദിച്ചു ഇതിനെ തിരിയുമോന്ന് ചോദിച്ചു. അതെ, ഇല്ലെങ്കിൽ ഇപ്പുറത്തോടെ എടുത്തോളാൻ പറഞ്ഞു. എല്ലാവരും നല്ല സഹകരണമാണ്. എന്നുവെച്ചാൽ വഴിക്ക് വീതിയില്ലാത്തതുകൊണ്ടേ പോലീസുകാരും വണ്ടിക്കാരും ഒക്കെ. മണ്ടയിലല്ല ഈ ചെടിയെല്ലാം ഒരഞ്ഞറിഞ്ഞാ വരുന്നേ. ഇച്ചിരി വലത്തേക്ക് ചേർത്തെടുത്തു. എന്നാലും മൊത്തം ഒന്നും ടച്ചപ്പ് ചെയ്യണം. ഈ ട്രിപ്പ് പെയിന്റ് മൊത്തം പോറി ഒരഞ്ഞ് നാശമായി. അപ്പോഴേ നമ്മളിവിടെ ടാക്സി സ്റ്റാൻഡിൽ ചോദിച്ചു, ഇതിൽ റൈറ്റിലേക്ക് കുറച്ച് മുന്നോട്ട് പോയാൽ വീതിയുള്ള സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു, നമുക്ക് അവിടെ പാർക്ക് ചെയ്യാം. ഇതിന് മുകളിലൊക്കെ ഇതൊക്കെ മുനിസിപ്പാലിറ്റിയുടെ വണ്ടികളാണ്. ഇവിടെ മുനിസിപ്പാലിറ്റി ആണോ? മുനിസിപ്പാലിറ്റിയാ, കലിംപോങ് മുനിസിപ്പാലിറ്റി. ഇതൊരു മൊണാസ്ട്രിയാ, ഹിമാലയൻ സ്പാ റിസോർട്ട് കലിംപോങ്. വഴി തെളിച്ച് പോരുക. എന്നാണേലും ഇത്തവണത്തെ മേഘാലയൻ നമ്മുടെ സിക്കിം യാത്ര മൊത്തം ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്, വ്യത്യസ്തമായ എക്സ്പീരിയൻസ്. അതെ അതെ, ലഡാക്കിന് പോയത് ഇതിന് 2 എക്സ്പീരിയൻസ് ആട്ടോ. ലഡാക്കിന് പോയെന്ന് പറഞ്ഞാലേ വഴി വീതി കുറവെന്നുള്ളൂ, വേറെ തിരക്കും വണ്ടികളൊന്നും ഇല്ല. അങ്ങനെ ഇല്ലായിരുന്നു. ഇത് അങ്ങനല്ല. റാണിബൻ റെസിഡൻഷ്യൽ ഏരിയ, വീഡിയോ കലിംപോങ്. റെസിഡൻസ് ഓഫ് ദി സൂപ്രണ്ട് ഓഫ് പോലീസ്, കലിംപോങ്, വെസ്റ്റ് ബംഗാൾ. അപ്പോൾ മുന്നോട്ട് കുറച്ചുകൂടെ പോയാൽ പാർക്ക് ചെയ്യാൻ നല്ല സൗകര്യം ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞു. ബസ്സൊക്കെ വന്ന് പാർക്ക് ചെയ്യുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. നമുക്ക് ഇനി അങ്ങോട്ട് പോകാം. ഇതെല്ലാം ഹോം സ്റ്റേയും ഹോട്ടലുകളും ഒക്കെയാണ്. കലിംപോങ് ഒരു ജില്ലാ ആസ്ഥാനമാണ്. കലിംപോങ് തന്നെയാണ് ഡിസ്ട്രിക്ട്. സിലിഗുരി, കലിംപോങ്, ഇതൊക്കെ ചെറിയ മിനി ബസ്സുകൾ പാർക്ക് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും കേട്ടോ. നമുക്കും പാർക്ക് ചെയ്യാൻ ഇടയുണ്ടോ എന്ന് നോക്കാം. ഇവിടുന്നേ സിലിഗുരിക്ക് ഇഷ്ടം പോലെ വണ്ടികളുണ്ട് അല്ലേ? സിലിഗുരി അല്ലേ മെയിൻ ടൗൺ അടുത്തുള്ളേ. ഇവിടെ ഒന്നും വേറെ പാർക്കിംഗ് ഒന്നും സൗകര്യങ്ങളില്ല. അപ്പോൾ ഇവിടെ ഒരു ചെറിയ സ്ഥലമുണ്ട്, അവിടോട്ട് ഇടാന്ന് ഓർത്താ. ഈ ബസ്സുകളൊക്കെ ഇപ്പോൾ പോകുമെന്നാണ് പറഞ്ഞേ. നമുക്കേ കലിംപോങ് ടൗൺ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഏതായാലും മഴയൊക്കെ തോർന്നു, ഇച്ചിരി തെളിവ് കാണുന്നുണ്ട്. ഇവിടെ സ്റ്റെപ്പിൻ്റെ അടുത്ത് ഒരാൾ നിന്നിട്ടേ തുറക്കാൻ പറ്റുള്ളൂ, വണ്ടികളിലെ വന്നുകൊണ്ടിരിക്കുന്ന വഴിയാ. ബാ, അടച്ചോ. ഇതൊന്നും എടുക്കണ്ടായിരുന്നു, തണുപ്പില്ല. തണുപ്പ് കുറവാ. രാജേഷ് വരുന്നില്ലേ? ഒരാൾ വണ്ടി എടുത്ത് വേണം. രാജേഷ് വണ്ടി എടുത്ത് നിന്നോളാന്ന്. ചോറും കറിയൊക്കെ വെച്ചേക്കാന്ന് എന്നോട് പറഞ്ഞേ. ചോദിച്ചേ വരുന്നില്ലേ? കറി വെക്കാനൊന്നുമില്ല, അച്ചാറുണ്ട്, പിന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട്. ചോറ് വെച്ചാൽ ബീൻസിനുള്ള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് മെഴുക്കുവരട്ടി വെച്ച് എണ്ണ വെച്ചിട്ടുണ്ട്. കടുവ് ഇട്ട്, മുളക് പൊടി ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ട് ഉപ്പ് ഇട്ട് വെച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യും, അവിടെ ചെന്നിട്ട് എനിക്കൊരു ലൊക്കേഷൻ അയച്ചതാ. എന്തിനാ? ഞാൻ അങ്ങ് വന്നേക്കാം. എനിക്കത് ഫ്രഷ് ഒക്കെ ആണ്. അതെ, ഞങ്ങൾക്ക് 1 മാസത്തെ പെൻഡിങ് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ട്. അത് ശരി. അതുകൊണ്ടല്ലേ തന്നെയാണല്ലേ പറയാൻ പറ്റത്തുള്ളൂ. എന്നാ എല്ലായിരുന്നു പറഞ്ഞോ, പതുക്കെ പറഞ്ഞാൽ മതി കേട്ടോ. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ബംഗ്ലാവ്, കലിംപോങ്. കളക്ടറുടെ വസതിയാ കലിംപോങ് പാർക്ക്. പാർക്കിലൊന്നും ഒന്നുമില്ല, പാർക്കിന് പണി നടന്നുകൊണ്ടിരിക്കുക. ഇതുണ്ട് ഇവിടെ എല്ലാം ഈ ക്യാമ്പർ ഇതുപോലെ പുറകോട്ട് നീട്ടി അവിടെ സീറ്റാക്കിയേക്കാം. ബംഗാളിലും സിക്കിമിലും എല്ലാം ട്രിപ്പ് വെക്കുന്ന ഈ സൈസ് വണ്ടികളാണ്. എത്ര പേര്? 2 റോ സീറ്റും കൂടെ ബാഗിലേക്കുണ്ട്. 3, 6, 9, 10, 14, 13 പേര് പോകും. അതിലും കൂടുതൽ പോകും. നല്ല സുഖമായിട്ടിരുന്ന ഭാഗത്ത്. ഇവിടെ ഇഷ്ടംപോലെ മൊണാസ്ട്രികളുണ്ട്, അതുപോലെ നേപ്പാളീസ് ഒരുപാടുണ്ട്. ഇവിടെ നേപ്പാളി സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് ഇവിടുത്തെ കളക്ടറേറ്റാണ്, ഓഫീസ് ഓഫ് ദി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കലിംപോങ്. മുനിസിപ്പൽ ബിൽഡിംഗ് കലിംപോങ്. എസ്റ്റാബ്ലിഷ്ഡ് 1945. 1945
ആ ബിൽഡിംഗ് ഉണ്ടോ, അന്നത്തെ ബിൽഡിംഗ് ആയിരിക്കും മിക്കവാറും. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള. അതെ. കലിംപോങ് ടൗൺ ഹാൾ. കലിംപോങ് ഡിസ്ട്രിക്ട് പോലീസ് ടീ കോർണർ. നമുക്ക് ഇവിടുന്ന് ഓരോ കാപ്പി കുടിച്ചിട്ട് പോവാം. ടീ കോർണറിൽ നിന്ന് കോഫി കുടിക്കാന്നല്ലേ? ആ, കോഫി കുടിക്കാം. കോഫി ഉണ്ട് അവിടെ. ഇവിടെ SBIയുടെ ATM അപ്പുറം ഉണ്ടായിരുന്നു. രണ്ടുപേര് ക്യാഷ് എടുക്കാൻ നിൽപ്പുണ്ട്. നല്ല കാപ്പി, നല്ല ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റും കുഴപ്പമില്ല. കലിംപോങ്ങിലെ വുമൺ പോലീസ് സ്റ്റേഷനാണ് ഇത്. നോക്കിയേ, നല്ലതല്ലേ? പഴയ ഒരു ബിൽഡിങ്ങാണ് കലിംപോങ് പോലീസ് സ്റ്റേഷൻ. വുമൺ പോലീസ് സ്റ്റേഷനിൽ അടുത്തടുത്താണ്. ഇത് വെസ്റ്റ് ബംഗാളിലെ ഒരു കവിയാണ്, ജാതീയ കവി അഗം സിംഗ് ഗിരി. ബംഗാളി ഭാഷയിലും നേപ്പാളി ഭാഷയിലും ഒക്കെ കവിതകൾ എഴുതുമായിരുന്ന ഒരു കവിയാണ് ഇത്. ഭാരതീയ ഗൂർഖ പരിസംഘ് ക്ഷത്രിയ സമിതി കലിംപോങ്. ഇത് ഷാഹിദ് ദുർഗാമല്ലയുടെ സ്റ്റാച്ചു ആണ്. അപ്പം ഷാഹിദ് ദുർഗാമല്ല ഗൂർഖ റൈഫിലുണ്ടായിരുന്ന, ഇന്ത്യൻ ആർമിയിലെ ഗൂർഖ റൈഫിലുണ്ടായിരുന്ന ഒരു സോൾജർ ആയിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടിയിരുന്ന. ഇത് ഭാനുഭക്ത ആചാര്യയുടെ സ്റ്റാച്ചു. നമ്മൾ ഡാർജിലിംഗിലും കണ്ടായിരുന്നു. സംസ്കൃതത്തിൽ നിന്നും രാമായണം നേപ്പാളി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത ആളാണ് ഭാനുഭക്ത ആചാര്യ. അപ്പം അതുകൊണ്ട് രാമായണം പിടിച്ചുകൊണ്ടായിരിക്കുന്നു സ്റ്റാച്ചു. അത് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ട് വശം ഇതാ. കണ്ടോ, നല്ല അടിപൊളിയല്ലേ? അത് നല്ല കടുവയും സിംഹവും ഒക്കെയാണ് നിൽക്കുന്നത്. അതെ, ടാഗോറിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ഈ സ്റ്റാച്ചു ഡാൽ ബഹാദൂർ ഗിരിയുടെയാണ്. അദ്ദേഹം ഒരു ഗൂർഖ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. കൺജസ്റ്റഡ് ഏരിയയാണ്. എനിക്ക് ഇഷ്ടംപോലെ കടകളുണ്ട് രണ്ട് സൈഡിലും. അതിനുള്ളിലേക്കും കടകളുണ്ട്. ഇത് മൊത്തം ടാക്സികളായി കിടക്കുന്ന വണ്ടികളെല്ലാം. ടാക്സി വണ്ടിയും പ്രൈവറ്റും ഉണ്ട്. അതെല്ലാം ടാക്സി ഓടുന്ന. ഈ കട കണ്ടുകൊണ്ട് ചുമ്മാ നോക്കിയതാ. ഇത് നല്ല രസമല്ലേ കാണാൻ? നമ്മളെ നേപ്പാളിലൊക്കെ ചെല്ലും പോലത്തെ കടകളില്ല, അതുപോലത്തെ കടകളാണ് ഇതെല്ലാം. എന്താണല്ലോ ഇത്രയും മലമുകളിലാണല്ലോ ഇവിടെ എല്ലാ കടകളും ഉണ്ട്. സ്റ്റാൻഡേർഡ് കടകളുണ്ട്. ആ അതെ. സിലിഗുരി പോകുന്ന ബസ്സാണ്, ചെറിയ ബസ്സാണ്. കണ്ടോ, ഡാംബർ ചൗക്ക്. ഇവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്, പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല, ഓടുന്നില്ല. ക്ലോക്ക് ഓടുന്നില്ല. അതുകൊണ്ടോ, 4 കൂടി ജംഗ്ഷനാണ്. 4 അല്ല, 3, 4, 5 റോഡുകൾ ചേരുന്നു. 5 അല്ല 6 ഉണ്ട്. അതൊരു വെയിറ്റിംഗ് ഷെഡ്. വെയിറ്റിംഗ് ഷെഡ് അല്ല, അതിനകത്തൊരു സ്റ്റാച്ചു ഉണ്ട്. ഡംബർ സിംഗ് ഗുരു. ഏത് നേപ്പാളി ഭാഷയാണോ ബംഗാളി ഭാഷ ആയിരിക്കുമല്ലോ, എനിക്ക് കറക്റ്റ് വായിച്ചറിയത്തില്ല. എന്താണല്ലോ അത് സ്മാരകമാണെന്ന് തോന്നുന്നു. ഒരാളുടെ സ്റ്റാച്ചു ഉണ്ട് അതിനകത്ത്. എന്നാണല്ലോ അത് കാണാൻ രസമുണ്ട്. ഒത്തിരി പഴയതാ, പഴയ ബിൽഡിങ്ങാണ്. പക്ഷേ ഈ ഷീറ്റ് പിന്നിട്ടതാ കേട്ടോ. നേരത്തെ വല്ല ഓടുവല്ലോ ആയിരുന്നായിരിക്കും. ഇതൊരു വല്ലാത്ത ജംഗ്ഷനാണ് കേട്ടോ. അവിടുന്ന് ഒരു വണ്ടി, ആ ബസ് വരുന്ന 1, 2, ഇതൊന്ന് 3, ഇതൊന്ന് 4. ഈ സൈഡിൽ തന്നെ 4 റോഡാണ്. ഇതൊന്ന് 5, അതൊന്ന് 6. പിന്നെ ഇതിലെ ഇങ്ങനെ പോകാൻ ഒരു വഴിയും കൂടെ ഉണ്ട്. 6, 1, 7 വഴികളിൽ കൂടുന്നൊരു ജംഗ്ഷനാണ്. എല്ലാം ചെറിയ വഴികൾ. ഈ ചെറിയ വഴിക്കും കണ്ടോ മിനി ബസ് വരുന്നുണ്ട്. ഇതെല്ലാം വൺ വേ കേട്ടോ, ഒരു സൈഡിലേക്ക് വണ്ടിയുള്ളൂ. 4 പേര് ഇവിടെ കടയിലിരുന്ന് കഴിക്കുക. കുറച്ച് നേരമായിട്ട് ഇവരെ കാണാനില്ലായിരുന്നല്ലോ. കാണുന്നില്ലായിരുന്നു. നോക്കി. ആഹാ, എനിക്ക് വേണ്ട, കഴിച്ചോ. ജാം ടിസ്റ്റ് ഇനി ഒരൈറ്റം കൂടെ പറഞ്ഞിട്ടുണ്ട്, റോളൂടെ. വലിയ കുഴപ്പമില്ല അല്ലേ? നല്ലൊരു ബേക്കറിയാ. ഇതെടുത്തോ, ഇത് കൂടെ കഴിച്ചു. ചേഞ്ച് ചെയ്യാം. കഴിച്ചു. ഒരാള് സ്കൂളിൽ പോയിട്ട് വരുവാന്ന് തോന്നുന്നു. സ്കൂളിൽ പോയതാണോ? പിള്ളേരുടെ കൂടെ വരുന്നുണ്ട്. സ്കൂളിൽ പോയതാണോ? ഇവിടുത്തെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാലോ. കുഞ്ഞുങ്ങളെ എനിക്കിട്ട് ട്രോളൊന്നും കരുതിയില്ല. പേരൻസ് മീറ്റിംഗ് ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് തിരിച്ച് വീട്ടിൽ ചെല്ലണ്ടതാ. ഞാനിവിടെ ആദ്യമായിട്ട് വരുവാ. നേരത്തെ വന്നിട്ടേ ഇല്ല. ഇവിടുത്തെ ഒരു പൂക്കട. ഇത് നോക്കി, എന്തെല്ലാം പൂക്കളാന്ന് നോക്കി. ഇതേ പച്ച കളറുള്ള പൂവൊക്കെ ഇരിക്കുന്നു. ആ മേളിൽ കാണുന്നത് നമ്മുടെ ഇവിടെ കിണറ്റി വളരുന്ന ഒരു സാധനം. ഏതാ? ആ ചെടി വിൽക്കാൻ. ഇത് കലിംപോങ് മുനിസിപ്പാലിറ്റിയുടെ വണ്ടിയാണ്. കണ്ടോ, ഇത് ആരാ കൊണ്ട് പാർക്ക് ചെയ്തെന്ന് നോക്കിയേ. കണ്ടോ, 1 ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ ഇനി എടുക്കുമ്പോൾ റിവേഴ്സ് എടുത്തിട്ട് പതുക്കെ അങ്ങ് ഓടിച്ചാൽ മതി. റിവേഴ്സ് എടുത്തിട്ടേ പതുക്കെ ഓടിച്ചാൽ മതി. അത്ര ഇടയുള്ളൂ, ഒരു 3 അടിയേ പുറകോട്ടുള്ളൂ. എടുക്കൻ ചോറ്, മെഴുക്കുവരട്ടി ഒക്കെ റെഡി ആണോ? എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് ചോറുണ്ടാക്കാം. ആയിക്കോട്ടെ. തോരനായാലും അടിപൊളിയായിട്ട് ഉണ്ടാക്കി. തോരനല്ല, മെഴുക്കുവരട്ടി. തോരൻ എന്ന് പറയുന്നത് എന്നാന്നറിയോ? തേങ്ങ ഇട്ടേക്കുന്നതുകൊണ്ടാണ്. ഞാൻ ശാസ്ത്രീയമായിട്ടേ പറയും. അല്ല, കൂട്ടുകാരൻ ഉണ്ടാക്കിയോണ്ടല്ലേ അങ്ങനെ. ഞാൻ പറഞ്ഞു കൊടുത്തു. അല്ല, വേറെ കാര്യമുണ്ട്. പറഞ്ഞു കൊടുത്തത് എല്ലാം പറഞ്ഞു തന്നിട്ടോ. ആണോ? അപ്പൊ ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലെന്ന് തോന്നല്ലോ. ആശാൻ പറയുന്നത് മാത്രമേ കേൾക്കുള്ളൂ.
ഇവിടെ വന്നപ്പോഴേ ഞങ്ങൾ ഇവിടെ ആരും മലയാളികളില്ലല്ലോ എന്ന് ഓർത്ത് ഇഷ്ടം പോലെ ഉണ്ട് നിൽക്കുകയായിരുന്നു. മലയാളി ഉണ്ടല്ലേ? ഇല്ലാത്ത സ്ഥലം ഇവിടെ ടൗണിൽ ഒരു കടയുണ്ട് ഡെൽസോ സോറോക്സ് ഇവിടെ നിങ്ങൾ ഹോംസിൽ പോകുന്നേ ആ ഡേലോ എന്ന് പറഞ്ഞ ഒരു ഹോംസ് എന്ന് പറഞ്ഞ ഒരു സ്കൂളുണ്ട് ആ അതിന്റെ ഹെഡ് മിസ്ട്രസ് മലയാളിയാണ്. അത് ശരി. ഞാൻ അവരുടെ നമ്പർ തരാം. ആ മിസ്സസ് ഏതാണ്ട് രാഘവന് ആ എനിക്കറിയാം. ഞങ്ങൾ ഇപ്പൊ എന്നിട്ട് നടന്നു വന്നപ്പോ ഒരു ടീച്ചറിനെ കണ്ടു, മലപ്പുറംകാരി ഒരു ടീച്ചർ. അവരൊരു 8-9 വർഷമായിട്ട് ഇവിടാന്ന് പറഞ്ഞു, ഹസ്ബൻഡ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ വേറെ ആരെങ്കിലും കണ്ടില്ല. അന്നേരം പുള്ളിക്കാരി പറഞ്ഞു ഞങ്ങള് മലയാളികളെ തപ്പി ഞങ്ങള് സ്കൂളിലൊക്കെ ഇഷ്ടംപോലെ ആണല്ലേ. ആ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന കേട്ടപ്പോഴത്തേക്കും ഇവിടെ കോൺവെന്റ് സ്കൂൾ ഇഷ്ടം പോലെ ഉണ്ട്. ആ ഇവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ഒത്തിരി സ്കൂളുകളുണ്ട്. ഉണ്ട് ഇഷ്ടം പോലെ നല്ല സ്കൂൾ. ഞാൻ പഠിച്ചത് ഇവിടെ തന്നെ ഈ സ്കൂളിൽ ആ ആ ഡോക്ടർ ഇവിടെ ജനിച്ചു വളർന്നത്. ഇവിടെ തന്നെയാണ് ജനിച്ചു വളർന്നത്. തിരുവല്ലക്കാരനാണ്. പേര് എന്റെ പേര് രജി. റജി. കണ്ടതിൽ സന്തോഷം. ഞാൻ അങ്ങോട്ട് പാസ് ചെയ്തപ്പോൾ ചെറുക്കൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഒരു മാഡമോ വണ്ടി ഓടിക്കണം. ഞാൻ നോക്കിയപ്പോൾ നിങ്ങളുടെ പേര് കണ്ടോ. ശരി എന്നാ ഒരു വല്ലം പ്രശ്നം ഉണ്ടെങ്കിൽ ആ പയ്യൻ്റെ നമ്പറുണ്ട്. ടേക്ക് കെയർ, എൻജോയ്. നല്ല സ്ഥലമാണ്. വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ അവരോട് പറഞ്ഞേക്കാം. അപ്പോൾ ഇവിടെ ഒരു മൊണാസ്ട്രി ഉണ്ട്. ജസ്റ്റ് മൊണാസ്ട്രി വരെ പോയിട്ട് വരാം. ഇത് അങ്ങോട്ട് വഴികളെല്ലാം ഇതൊക്കെ തന്നെ, ചെറിയ വഴി. നമ്മുടെ ഡോക്ടറെ കണ്ടല്ലോ ഇപ്പം, നമ്മുടെ ഫാമിലി മെമ്പർ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്നു വെച്ചാൽ ഇവിടുത്തെ ഏറ്റവും വീതിയുള്ള സ്ഥലത്താണ് നമ്മൾ വണ്ടി കൊണ്ട് നിർത്തിയത്. ഇതെങ്ങനെ നിങ്ങൾ ഇവിടെ വന്നാ ചോദിച്ചു, ആരാ പറഞ്ഞു തന്നതെന്ന്. അപ്പോൾ ഇവിടെ സമയം 5:30 കഴിഞ്ഞു. സൂര്യനൊക്കെ അസ്തമിച്ചു. മഴക്കാറാ, അസ്തമിച്ചില്ല, അസ്തമിക്കുന്നതേ ഉള്ളൂ. മഴക്കാറായതുകൊണ്ട് ചെറിയ ഇരുളുന്ന കാർമേഘം കയറി മൂടി. കലിംപോങ്ങിൽ താമസിക്കുന്നവരിൽ ഒരു 80% ആൾക്കാരും നേപ്പാളികളാണ്. അവരൊക്കെ തന്നെ ഇവിടെ ജനിച്ചു വളർന്ന ആൾക്കാരാണ്. ഇവിടുത്തെ പ്രധാന ഭാഷ നേപ്പാളിയും ഇംഗ്ലീഷുമാണ്. പിന്നെ മിക്കവർക്കും ഹിന്ദി അറിയാം. അതുപോലെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്ഥാപിച്ച ഒരുപാട് സ്കൂളുകളൊക്കെ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ദൂര സ്ഥലങ്ങളിൽ നിന്ന്, ഈ മലഞ്ചെരുവുകളിൽ നിന്നും പിന്നെ ഭൂട്ടാനിൽ നിന്നും നേപ്പാളിൽ നിന്നൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാനായിട്ട് എത്തുന്നുണ്ട്. പിന്നെ കലിംപോങ്ങിൽ പ്രധാനമായിട്ടും കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രകൃതി ഭംഗിയും കാലാവസ്ഥയാണ്. ഈസ്റ്റ് മെയിൻ റോഡ്. ദിസ് റോഡ് ഈസ് മെയിൻറ്റെയിൻ ബൈ PWD, ഗവൺമെൻറ് ഓഫ് വെസ്റ്റ് ബംഗാൾ. അപ്പം നമ്മൾ ദുർപ്പിൻ മൊണാസ്ട്രിയിലെത്തി. ഇവരെല്ലാം പോയിട്ട് നമുക്ക് പോവാം. ഇവരെല്ലാം പോയിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പോകാൻ പറ്റത്തുള്ളൂ. വണ്ടി തിരിക്കണ്ടേ? അതെ. കണ്ടിട്ടുണ്ടോ? എനിക്ക് കാണിച്ചു തന്നോ. അങ്ങോട്ട് നോക്ക്, ഇതാ മൊണാസ്ട്രി കണ്ടോ. ഇത്രയും പേര് നിങ്ങൾ വന്നിട്ട് ആ കൊച്ചിന് മാത്രമേ തോന്നിയുള്ളൂ എന്നെ ഒന്ന് കാണിച്ചു തരാൻ. ആ അതെ, മൊണാസ്ട്രി അടച്ചേക്കും. അതിൻ്റെ സമയം കഴിഞ്ഞേക്കൽ ഉണ്ണിച്ചേട്ടൻ അകത്ത് കയറാനുള്ള ഭാഗ്യമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറാവുന്ന, മുകളിൽ നിന്നാൽ നല്ല വ്യൂ ആണ്. ഉണ്ണിച്ചേട്ടാ, ഇതാണ് പ്രയർ വീൽ കേട്ടോ. ഇതിലെല്ലാം മന്ത്രങ്ങൾ എഴുതിയേക്കുന്നേ. അതിങ്ങനെ കറക്കിക്കോ. നല്ല ശാന്തമായ സ്ഥലം. ഇവിടെ നിന്നാൽ ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം കാണാം. ഇവരെല്ലാം താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. ആ ബാഗിൽ അങ്ങോട്ട് നോക്കി. ഇവിടെ ഇത്രയും നിരപ്പ് സ്ഥലം അല്ലേ? ആ നോക്കി, വലിയ ഗ്രൗണ്ടാ. ഇവിടെ നിന്നാലേ കാഞ്ചൻജംഗ കാണായിരുന്നു. പക്ഷേ കാലാവസ്ഥ മോശം. അതെ, ഞാനോർത്ത് ഇപ്രാവശ്യം വരുമ്പോൾ എവിടെയെങ്കിലും നിന്ന് കാണാൻ പറ്റുന്നു. ഇനിയും ദിവസങ്ങളുണ്ട്, നമുക്ക് നോക്കാം. അതെ, സ്തൂപങ്ങൾ കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. ഹൈഡ്രാഞ്ച് പൂത്ത് നിൽക്കുന്നുണ്ടോ, അങ്ങോട്ട് നോക്കി. ഉണ്ണിച്ചേൻ്റെ ഭാഗ്യം ഉണ്ടായിരുന്നു കേട്ടോ. മുമ്പേ പറഞ്ഞ പോലല്ല, മൊണാസ്ട്രി ചെയ്തേ തുറന്നു, എല്ലാവരും അകത്ത് കയറി പ്രാർത്ഥിച്ചു. കൊച്ചിനറിയാല്ലേ? नमस्ते जी, आप लोग, मेरा नाम है दोर्जे तामंग। जो जी पूछिए, आप क्या पूछते हैं? नहीं आप इधर कितने बजे से मंदिर को? एक्चुअली ये मंदिर का टाइम है हम लोग को सुबह 5 बजे से लेकर शाम को 5 बजे तक। और फिर भी आप लोग दूर से आया हो, आप बोलते हैं ना, हम लोग ये मोनेस्ट्री खोलते हैं। फिर भी हम लोग जो मोनेस्ट्री का दर्शन करना चाहते हैं, जो शाम को 7 बजे 6 बजे इसमें खोल देता है। एक्चुअली टाइम है सुबह 5 बजे से लेकर शाम को 5 बजे तक की है। അപ്പോൾ ഉണ്ണിക്ക് ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നുകൊണ്ട് മൊണാസ്ട്രി കയറാം. ओके ओके ये पहला देख रहे हो? जी मैं जी पहले बार लेकिन देखा है अपना उधर है ना कर्नाटका में। जी कुशालनगर। कुशालनगर वो तो बहुत बड़ा है, हमारा ब्रांच एक ही है। वहाँ टीचर्स वहीं से आता है हमारे। फिर भी ये मोनेस्ट्री बहुत ही ओल्डेस्ट मोनेस्ट्री है। 1957 से ये मोनेस्ट्री है। जो यहाँ का जो हिज होलीनेस जी दलाई लामा जी गुरुजी है ना, उस गुरुजी ने ये भूमि पूजा का ये उद्घाटन किया हुआ है। और जितना भी
एक्चुअली ये हमारा बुद्धिज्म में 4 सेट होता है, निंगमा, गेलुक, काग्यू, शाक्या। ये वाला मोनेस्ट्री है निंगमा वाला सेट का। और दलाई लामा गुरुजी है गेलुक वाला सेट नहीं होगा ना, जो कर्मापा वाला सेट है, काग्यू वाला सेट। और इससे हमारा जो ये वाला मोनेस्ट्री है निंगमा वाला मोनेस्ट्री है, बहुत ही ओल्डेस्ट मोनेस्ट्री और तो बहुत ही फेमस वाला जो मोनेस्ट्री है, जो कालिम्पोंग, दार्जिलिंग, यहाँ पर जो दुर्पिन मोनेस्ट्री बोले तो टूरिज्म में बहुत ही फेमस वाला वन ऑफ द ओल्डेस्ट मोनेस्ट्री यही मोनेस्ट्री देखने में आता है। अभी हमारा यहाँ पर मॉन्क्स लोग है 70 एबव हमारा मॉन्क्स है, जूनियर और सीनियर सब करके। और बहुत ही अच्छा लगा आप लोगों को। थैंक यू। आइए ना इधर में। घुमाने के बारे में जरा बताइए। हाँ जी, ये घुमाने के लिए इसका बोलते हैं धर्म चक्र बोलते हैं। एक्चुअली ये घुमाने के लिए आप लोग जो भी प्रे कर सकते हैं। एग्जाम्पल रखिए तो जो मेरा दादाजी नाना जी गुजर गया है और उसी के नाम में उसका आत्मा शांति हो, उसके नाम में भी घुमा सकते हैं। जो मेरा बेटा लोग, आप लोग का बेटी लोग, लड़का लोग का एग्ज़ाम आ रहा है और उसका एग्ज़ाम का जो अच्छा हो, बहुत अच्छे तरह से हो, ये भी प्रे कर सकते हैं। यहाँ से कहीं आप लोग दूर जा रहा है और दूर जाने के बाद में मेरा रास्ते में कुछ अच्छा हो, जो ब्लेसिंग हो, ये भी बहुत ही ये हम लोग प्रे कर सकते हैं प्रार्थना के लिए। जी, प्रार्थना के लिए। और इसका नाम है प्रे व्हील्स, धर्म चक्र। हाँ जी। कौन सा सर, ये लेफ्ट साइड? हाँ जी, राइट हैंड से ऐसे घुमाना है। हाँ, ये वाला ऐसे ऐसे ऐसे। വലത്തെ ഉണ്ട് ഇടത്തേക്ക്? आप लोग यहाँ से भी शुरू कर सकते हैं, जब वहाँ से भी शुरू किधर से भी शुरू कर सकते हैं जी। ओके, थैंक यू। और मेरा भी एक यूट्यूब चैनल है। हाँ, क्या नाम है? दोर्जे तामाङ ब्लॉग बोलते हैं। तो DORJEE तामाङ, TAMANG तामाङ। और मैं भी ये मंदिर का जो मेरा एक उद्देश्य है, जो यूट्यूब चैनल खोलने का अपना अपना एक उद्देश्य होता है ना, अपना अपना एक वो होता है। जो हम लोग, मेरा एक उद्देश्य क्या है कि यूट्यूब का मॉन्क कैसे बनता है, व्हाट इज़ द मॉन्क लाइफ है ना, जो मॉन्क का लाइफ, जो आदमी देखते हैं रेड वाला जो कपड़ा पहनने वाला सब मॉन्क हो तो मॉन्क है, लेकिन वैसे वाला मॉन्क कैसे बनता है, जो ये वाला जो मॉनेस्ट्री क्या सेट है, निंगमा, गेलो, काग्यू, शाक्या क्या वाला सेट है ना। और ऐसे जो मॉन्क का लाइफ में सुबह से लेकर शाम तक, और बच्चे लोग को पढ़ाना और खाना पीना कैसे होता है मंदिर का, ये वाला सब मैं मेरा यूट्यूब चैनल में रखता हूँ। दोर्जे तामाङ ब्लॉग है। और आपका थोड़ा से मेरा भी एक प्रमोट कर दीजिए। ऐसे सब वाला जो देखते हैं कोई मेरा चैनल भी सब्सक्राइब। कौन सा भाषा में? नेपाली भाषा में कभी कभी मैं ये मोनेस्ट्री टूर का एक में हिंदी में एक बना हुआ है। ये जितना भी मोनेस्ट्री कितना साल में बना हुआ है, ये मोनेस्ट्री का गुरुजी का नाम क्या है, कितना मॉन्क, सब में हिंदी में बना हुआ है एक मोनेस्ट्री। ഇവരെല്ലാവരും ഇവിടെ പഠിക്കുന്ന സന്യാസിമാരാണ്. അപ്പോൾ ഇവരെല്ലാവരും ഒരു ഡിസ്കഷനിലായിരുന്നു ഇത്രയും നേരം. അതൊക്കെ കഴിഞ്ഞ് അവരെ പഠിപ്പിക്കും ഓരോ കാര്യങ്ങൾ. വളരെ ചെറുപ്പത്തിൽ തന്നെ പിള്ളേർ ഇവിടെ സന്യാസിമാരാകാൻ വരാറുണ്ട്. അതായത് അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യാറാകുമ്പോൾ തൊട്ട്, സ്വന്തം കാര്യങ്ങൾ ചെയ്യാറാകുമ്പോൾ തൊട്ട് ഇവിടെ സന്യാസിമാരായി പഠിക്കാനായിട്ട് വരും. 10, 12, 13 വയസ്സൊക്കെ ആകുമ്പോൾ തൊട്ടേ അവർ വരുന്നതാണ്. ഇവിടെ നിന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അവനെ നമുക്ക് പഴയ സ്ഥലത്തേക്ക് തന്നെ നമ്മുടെ വണ്ടി കൊണ്ടിടാം. താഴേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഇടാൻ പറ്റിയല്ലോ, ഇവിടെ ആർമിയുടെ ഏരിയ ഒക്കെയാണ്. ഇവിടെ അവർ സമ്മതിക്കില്ല. ദേ അങ്ങോട്ട് നോക്കിയേ, ഈ മലയിലുള്ള ഇത്രയും വീടുകളോ അല്ലേ? കണ്ടോ, രാത്രിക്കേ അറിയത്തുള്ളൂ, പകല് നോക്കിയാൽ അറിയത്തില്ല. അപ്പോൾ മൊണാസ്ട്രി ഒക്കെ കണ്ടിട്ട് തിരിച്ച് നമ്മൾ ആദ്യം വണ്ടി ഇട്ട സ്ഥലത്ത് കൊണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. കുറച്ച് തണുക്കുന്നുണ്ട്. എന്നാ പിന്നെ അച്ഛമ്മ നമുക്ക് ഇവിടെ ഇരുത്തിയിട്ട് പോവാം. നാളെ പോകുന്ന ഇതിലും തണുപ്പുള്ള സ്ഥലമാ. അല്ലേ? പറയുന്ന എവിടെ ഇരുത്തുന്ന അച്ഛമ്മ? ഇവിടെ ഇരുത്താവോ? ഇവിടെ ഇരുന്ന വണ്ടി കൊണ്ടല്ലേ പോന്നേ? നമ്മള് വണ്ടിയും കൊണ്ടല്ലേ പോന്നേ? കടയെ നിർത്തിയിട്ട് എന്തെങ്കിലും തരാൻ പറയാന്നോ? എന്തെങ്കിലും കഴിക്കാം. അന്ന് നമ്മളവിടെ പോയില്ലേ ചിറാപ്പുഞ്ചി? വരിച്ചോര. അതെ, വരിച്ചോരം ചിറാപ്പുഞ്ചിയിൽ നമ്മൾ അച്ഛമ്മയെ താഴെ കൊണ്ടുപോയില്ലല്ലോ, കടയിൽ ഇരുത്തിയിട്ടല്ലേ പോയത്. അവരോട് എന്തെങ്കിലും കൊടുക്കാനും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാല്ലേ? അപ്പൊ നാളെ നമ്മൾ പോകുന്ന ഇവിടെ അടുത്ത് വേറൊരു ഹിൽ സ്റ്റേഷനിലേക്കാണ്. അതെ, ബൈ, സീ യു. നാളെ കാണാം. ഗുഡ് നൈറ്റ്.